കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രതി ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേരുന്നത്. സച്ചിൻ, കുറ്റക്കാരനെന്ന് വിധിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തൂക്കുകയറോ അല്ലെങ്കിൽ ജീവപര്യന്തമോ എന്തായിരിക്കാം? ശ്യാമിലി, അല്പസമയം മുൻപാണ് പ്രതി ചെന്താമരയെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. വിധി കേൾക്കാൻ വേണ്ടി പ്രതി ചെന്താമരയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സുധാകരൻ്റെയും സജിതയുടെയും രണ്ട് പെൺകുട്ടികളും വിധി കേൾക്കാനായി കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടെ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ആദ്യ കേസായി തന്നെ ഈ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം പരിഗണിക്കും എന്നതാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജഡ്ജ് കെന്നത്ത് ജോർജാണ് ഈ കേസിൽ വിധി പറയുന്നത്. പ്രധാനമായും 2019 അതിദാരുണമായ സംഭവം നെന്മാറ പോത്തുണ്ടിയിൽ നടക്കുന്നത്. നെന്മാറ പോത്തുണ്ടി സ്വദേശിയായിട്ടുള്ള സജിതയെയാണ് അന്ന് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ജയിലിൽ കഴിയുകയായിരുന്ന ചെന്താമര 2025 പുറത്തിറങ്ങുകയും പിന്നീട് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. പട്ടാപ്പകലായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചെന്താമരയെ സമീപത്തെ വനപ്രദേശത്തു നിന്നും പിടികൂടുന്നത്. കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ഇരട്ടക്കൊലപാതകം തന്നെയാണ് നെന്മാറ പോത്തുണ്ടിയിൽ നടന്നിട്ടുള്ളത്. പ്രധാനമായും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകം എന്നതാണ്. ചെന്താമരയുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കുടുംബത്തിലെ 3 പേരെ പ്രതി കൊടുങ്കുറ്റവാളി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും സജിത വധക്കേസിൽ നിലവിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയും 3.25 ലക്ഷം രൂപ പിഴയും ചെന്താമരക്ക് വിധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരട്ടക്കൊലപാതക കേസിലെ വിധി എന്താവും എന്നത് തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷനും അതേപോലെ തന്നെ സജിതയുടെയും സുധാകരന്റെയും മക്കളടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് വധശിക്ഷ തന്നെ ചെന്താമരക്ക് നൽകണമെന്നാണ്. എന്തായാലും 11 മണിക്ക് ആദ്യ കേസായി തന്നെ പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഇരട്ട കൊലപാതകത്തിൽ എന്താവും ചെന്താമരയുടെ ശിക്ഷാവിധി എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം. സച്ചിൻ വള്ളിക്കാടാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.